إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനിശ്ചിതത്വം നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ ജീവിതം. ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലല്ല ജീവിതം മുന്നോട്ട് പോവുക. ആയിരുന്നെങ്കിൽ ഒരുപാട് എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. പലപ്പോഴും ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളുമൊക്കെ അനുഭവിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല, കണ്ടു നിൽക്കുന്നവർക്ക് പോലും മനസ്സിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ 1-2 ആഴ്ചകളായി നമ്മൾ കേൾക്കുന്ന മരണവാർത്തകൾ ആ നിലക്ക് നമ്മൾ ചിന്തിപ്പിക്കേണ്ടതാണ്. ഒരു ഉപ്പക്കും ഉമ്മക്കും നഷ്ടപ്പെട്ടു പോയത് അവരുടെ 4 മക്കളെയാണ് ഒരൊറ്റ അപകടത്തിൽ. ആ വാർത്ത വായിക്കുന്ന കുടുംബവും കൂട്ടുകാരും മക്കളുമൊക്കെയുള്ള ഏത് മനുഷ്യൻ്റെയും മനസ്സ് വിറങ്ങലിക്കാതെ അത്തരം കാര്യങ്ങൾ കേട്ടുപോകുക നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ മദീനത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നൊരു അപകടത്തിൽ 2 കുട്ടികൾ ഓൾറെഡി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ 3ാമത്തെ അവരുടെ ഒരു മകൾ കൂടെ മരണപ്പെടുകയുണ്ടായി. അൺസർട്ടനിറ്റി, ഇങ്ങനെ പറയുന്ന ഒരു അനിശ്ചിതത്വം അത് നിറഞ്ഞു നിൽക്കുന്നതാണ് മനുഷ്യരുടെ ജീവിതം. അപകടമുണ്ടാകുമെന്നും അവിടെ വെച്ച് മരണം സംഭവിക്കുമെന്നും ജീവിതം അവസാനിക്കുമെന്നും തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും അവർ ആ യാത്ര നടത്തില്ലല്ലോ. പറിച്ച് അതറിയാത്തത് കൊണ്ട് തന്നെയാണ് അവിടേക്ക് യാത്രകൾ പോകുന്നത്. മരണവും അപകടവും ഒക്കെ ഇന്ന ഭാഗത്തുനിന്ന് സംഭവിക്കുമെന്ന് മനുഷ്യർക്ക് അറിയുമായിരുന്നെങ്കിൽ കുറെ കൂടെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നഹു ഹുവ അൽഹഖ വ അബ്ക അന്നഹു ഹുവ അമാത വ അഹ്യ. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യനെ ചിരിപ്പിക്കുന്നവൻ റബ്ബാണ്. ചിരിപ്പിക്കുന്ന റബ്ബ് തന്നെ മനുഷ്യനെ കരയിപ്പിക്കുകയും ചെയ്യും. വ അന്നഹു ഹുവ അമാത വ അഹ്യ. മനുഷ്യരെ മരിപ്പിക്കുന്നതും അതുപോലെ തന്നെ പിന്നീടൊരു ജീവിതത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുമെല്ലാം റബ്ബാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, മുൻഗാമികളായ പലരും പറഞ്ഞു വെച്ച വാചകം നമുക്ക് കാണാൻ പറ്റും. കഫാ ബിൽ മൗതി വാഇദൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ മരണം മാത്രം അതൊരു ഉത്ബോധകനായി മതിയായതാണ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഒരു സാഹചര്യത്തിലും നമ്മൾ സേഫല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.
നമ്മുടെ കിടപ്പറയിൽ നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മുടെ വീട്ടിലെ കിടക്കയിൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കറണ്ട് പോയാൽ നമുക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നാറില്ല. നമ്മൾ ദിനേന യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന വഴികളിലൂടെ യാത്ര പോകാൻ നമ്മളെപ്പോഴും രാവിലെ സ്കൂളിലേക്കും കോളേജിലേക്കോ ഓഫീസിലേക്കോ കുടുംബ വീട്ടിലേക്കോ ഒക്കെ പോകുന്നൊരു വഴിയിൽ തനിച്ച് യാത്ര ചെയ്യാൻ നമുക്ക് ഒരിക്കലും പേടി തോന്നാറില്ല. കാരണം ഇതൊക്കെ നമുക്ക് വളരെ സുരക്ഷിതമായ ഇടങ്ങളാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത്. എന്നാൽ അങ്ങനെ സുരക്ഷിതമായ ഇടങ്ങളായി ധരിച്ച് യാത്ര നടത്തിയവർ തന്നെയാണ്, അല്ലെങ്കിൽ അവിടേക്ക് പോയവർ തന്നെയാണ്, ജീവിതത്തിൻ്റെ ദിനേനയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എഴുന്നേറ്റവർ തന്നെയാണ് അവർക്ക് നിശ്ചയിക്കപ്പെട്ട മരണത്തെയും അവധിയെയും കണ്ടുമുട്ടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ധാരണയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പരിസരത്ത് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തു പോകുന്നിടത്ത് നമ്മൾ വളരെ സുരക്ഷിതരാണ്, ഭൗതികമായി സുരക്ഷിതർ തന്നെയാണ്. പക്ഷെ മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണം എവിടെയാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു വച്ച് തന്നിട്ടുള്ളത് എന്നത് നമുക്കറിയാത്ത കാലത്തോളം ആ വിഷയത്തിൽ നമുക്കൊരു അനിശ്ചിതത്വമുണ്ട്. അത് ഉൾക്കൊള്ളാൻ, അത് ഒരു ഉത്ബോധനമായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. നോക്കൂ, മരണത്തിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നെങ്കിൽ, എന്നെ അവലംബിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഞാൻ പോറ്റി വളർത്തുന്ന ഒരു വൃദ്ധയായ ഉമ്മ എന്നെ വീട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളാണ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൗതികമായി വളരെ ഒരു വലിയ ഉദ്യമത്തിലാണ്, വലിയ പ്രൊജക്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് പൂർത്തിയാക്കാതെ എനിക്ക് വീട്ടിൽ പോകാൻ കഴിയാറില്ല, ഒരു വെക്കേഷൻ പോലും എടുക്കാൻ കഴിയാറില്ല, ഞാൻ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരാളാണ് എന്നത് മരണത്തിനൊരു തടസ്സമാകില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു കാരണങ്ങളെ കൊണ്ട്, ഭൗതികമായ കാരണങ്ങളെ കൊണ്ട് ആരുടെയെങ്കിലും ഒക്കെ മരണം തടസ്സപ്പെടുമായിരുന്നെങ്കിൽ, ലൗകാനത്തി ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ദുനിയാവ് ആർക്കെങ്കിലുമൊക്കെ അവരുടെ ചുറ്റുഭാഗത്തു നിൽക്കുന്ന കാരണങ്ങളെ കൊണ്ട് ദുനിയാവിൽ ഒരാൾക്ക് സ്ഥിരതാമസത്തിന് യോഗ്യതയുണ്ടാകുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദ, പ്രവാചകൻ ഇവിടെ എന്നെന്നും ജീവിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ കൂടെ ഉണ്ടാകണമായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ദുനിയാവിന് അത്രയേറെ ആവശ്യമുള്ള വ്യക്തിയാണ്. പ്രവാചകനെ സ്നേഹിക്കുന്നവർ അത്രയേറെ പ്രവാചകന്റെ ചുറ്റുപാടിലുമുണ്ട്. പ്രവാചകന്റെ സുരക്ഷിതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ അത്രയേറെയുണ്ട്. വയസ്സെത്തിയിട്ടില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ പ്രായമായിട്ടില്ല എന്നതുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തി മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ കുടുംബത്തിനൊക്കെ പ്രയാസമുണ്ടാകുമെന്ന ഒരു ഘട്ടം മരണത്തിന് തടസ്സമാകുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആൺകുഞ്ഞുങ്ങൾ ഓരോന്നും ജനിക്കുന്നത് മരണപ്പെട്ടു പോകില്ലായിരുന്നു. ഇബ്രാഹിം, അബ്ദുള്ള, കാസിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആൺമക്കൾ ഓരോരുത്തരും മരണപ്പെട്ടു പോകുമ്പോൾ പ്രവാചകൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വേദനിക്കുന്നതും ശത്രുക്കൾ പ്രവാചകന് കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കുന്നതും ഒക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യന്റെ ആരോഗ്യം മറ്റൊരാളുടെ മരണം കൊണ്ട് തടസ്സപ്പെട്ടു പോകുന്നത് കൊണ്ട് മരണം സംഭവിക്കാതിരിക്കുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആൺകുഞ്ഞുങ്ങൾ പടിപടിയായി ജനിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു പോകില്ലായിരുന്നു. ഇതൊന്നും കാരണമല്ല. അറബിയിൽ പ്രസിദ്ധമായ കവിതയുണ്ട്, കം മിൻ സ്വഹീഹിൻ മാത്ത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്ര ആളുകളാണ്, എത്ര ചുറുചുറുക്കുള്ളവരാണ്, എത്ര ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളാണ്, യുവത്വത്തിന്റെ ചെറുപ്പത്തിന്റെ ഉശിരുള്ള ആളുകളാണ്, ഒരു പ്രയാസമില്ല, ഒരു രോഗമില്ല, ക്യാൻസർ വരെ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാരകമായ ഒരു രോഗവും അവരെ ബാധിച്ചിട്ടില്ല, ഒരു ദിവസം പോലും പനിയായി കിടന്നിട്ടില്ല, ഒരു ആക്സിഡന്റ് പോലും നിമിത്തമായി വന്നിട്ടില്ല. ഹൃദയാഘാതം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, തുടരെയായി കേൾക്കുന്നുണ്ട്. ചുറുചുറുക്കോടെ ഓടി നടന്നവർ, എല്ലാ കാര്യങ്ങളും നോക്കി നടന്നവർ, ഒരു നിലക്കും അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ ഒരു ഹൃദയാഘാതത്തിന് സ്കോപ്പുണ്ട് എന്ന് ശാസ്ത്രീയമായി നമ്മൾ പറയാത്തവർ. കം മിൻ സ്വഹീഹിൻ മാത്ത ബി ഗൈരി ഇല്ലത്തിൻ. ഒരു കാരണവുമില്ല. കാരണം എന്താണ്? അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു വെച്ച അവധിയിലേക്ക് അവരടുത്തു എന്നതിനപ്പുറത്തൊരു കാരണമില്ല. അതേസമയം തന്നെ കം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹരി. എത്ര രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്ക് വലിയ അവധിയൊന്നുമില്ല എന്ന് ശാസ്ത്രീയമായി രേഖപ്പെടുത്തപ്പെട്ടവർ, അവരുടെ രോഗശയ്യയിൽ കിടക്കുന്ന അവരുടെ പ്രയാസം കണ്ടു നിൽക്കാൻ കഴിയാതെ അള്ളാഹു ഒരു ഹൈറായത് അവരുടെ വിഷയത്തിൽ തീരുമാനിക്കണമേ എന്ന് ചോരയിലുള്ളവർ കണ്ടു നിൽക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. പക്ഷെ അവരിപ്പോഴും അങ്ങനെ ജീവിച്ചു പോകുന്നുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം എന്ന് പറയുന്ന ഒരു അവധിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇമോഷണലായ ഒരു ഘടകങ്ങളുമില്ല. എന്നെ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
ഞാൻ കയറി ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ എന്നെ സ്വീകരിക്കുന്ന പൊന്നോമന വീട്ടിലുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ വലിപ്പം മരണത്തിൽ നിന്ന് നമ്മൾ തടസ്സപ്പെടുത്തുമായിരുന്നെങ്കിൽ എത്രയെത്ര പണ്ഡിതന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വലിയ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി അത് രചിച്ചു തുടങ്ങിയ ആളുകളാണ്, പൂർത്തിയാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും സദുദ്യമമായ പ്രവർത്തനം ആരംഭിച്ചവർ അത് പൂർത്തിയാക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും മരണത്തിന്റെ മുന്നിൽ ഒരു തടസ്സമല്ല. മറിച്ച് എന്ത് മാത്രമേ ഉള്ളൂ? ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശക്തിയുക്തമായ കെട്ടിടത്തിന്റെ അകത്ത് കോട്ടകൾ കെട്ടി നിങ്ങൾ ജീവിതം സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചാലും അള്ളാഹു നിജപ്പെടുത്തിയ ഒരു അവധിയിലേക്ക് നിങ്ങൾ ഓടിയെടുക്കും. അവിടേക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ യാത്ര ചെയ്യും. ഒരു കാരണവും ഇല്ലെങ്കിലും അവിടേക്ക് ഒരു വിനോദയാത്രയുടെ പേരിൽ നമ്മൾ യാത്ര പോകും. എന്തെങ്കിലുമൊക്കെ ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യാത്രകൾ ഉണ്ടാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി കേൾക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. ജനിച്ചിട്ടുണ്ടോ മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ മരണത്തിന്റെ മുന്നിൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ മരണം ഒരു 40ഉം 50ഉം ഒക്കെ കഴിഞ്ഞ് രോഗശയ്യയിലൊക്കെ കിടന്ന് പ്രയാസപ്പെട്ട ദിനരാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ മരിക്കുക എന്ന് നമ്മൾ ധരിക്കുന്നുവെങ്കിൽ ആ ധാരണയെ നമ്മൾ മാറ്റിവെക്കേണ്ട ഒട്ടനേകം കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉത്ബോധനങ്ങളായ ഓർമ്മപ്പെടുത്തലുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് തൊട്ടടുത്ത ഖബർസ്ഥാനിലേക്ക് ചെന്നു നോക്കൂ. അവിടെ കബറടക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ആ മരണം സംഭവിക്കുന്നതിന്റെ തൊട്ടു മുന്നേയുള്ള ഘട്ടം വരെ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സുകൊണ്ട് കരുതിയവർ എത്ര ആളുകൾ ആ ഖബറിൽ മണ്ണിനടയിൽ ഖബറടക്കപ്പെട്ടവരിൽ ഉണ്ടാകും? തുലോം തുച്ഛമായ ആളുകൾ 100ൽ 2ഓ 3ഓ ആളുകളൊക്കെ ഉണ്ടാകും. ഗുരുതരമായ രോഗശയ്യയിലൊക്കെ കിടന്ന് നിങ്ങളുടെ മരണം അടുത്തെത്തി എന്ന് ഉത്ബോധിപ്പിക്കപ്പെട്ട് അവർക്ക് മെസ്സേജ് നൽകപ്പെട്ട് മരണത്തെ കണ്ടുമുട്ടിയവർ. എന്നാലോ ഭൂരിഭാഗം വരുന്ന ആളുകൾ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായ, നാളെ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയ, നാളത്തെ ലാഭത്തിനു വേണ്ടി ഇന്ന് മുന്നൊരുക്കങ്ങൾ നടത്തിയ, അടിച്ചുപൊളിച്ച് കല്യാണങ്ങൾ തീർക്കണമെന്ന് ആഘോഷിച്ചും മനസ്സിൽ കരുതിയുമൊക്കെ മുന്നോട്ട് പോയവരാണ്. ഖബറിൽ കിടക്കുന്നവർ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. അവരുടെ മനസ്സിൽ ഒരിക്കലും മരണത്തിന്റെ ഘട്ടമെത്തുന്നതിന്റെ തൊട്ടു മുന്നേയുള്ള സമയം വരെ അവരത് ചിന്തിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഓഫീസിലാകാം, ബാത്റൂമിലാകാം, കിടപ്പറയിലാകാം, യാത്രയിലാകാം, ഏറ്റവും സദുദ്യമമായി നമ്മൾ കണ്ട് സതുദ്ദേശത്തോടുകൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയിലാകാം. അതല്ല, ഒരിക്കലും തന്നെ മരണം കണ്ടുമുട്ടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ടിൽ വെച്ച് തിന്മയുടെയും മോശത്തരത്തിന്റെയും വെടിവായുത്തത്തിന്റെയും തെമ്മാടിത്തരത്തിന്റെയും ഫുസൂക്കിന്റെയും ഒക്കെ ഇടയിൽ ഹറാമിൻ്റെതാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കുന്നതിനിടയിലും മരണം കണ്ടുമുട്ടാം എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കണം. അതൊരിക്കലും വളരെ വിദൂരത്ത് സംഭവിക്കാൻ നിൽക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ ധരിക്കരുത്. അത് നമ്മൾ നശിപ്പിച്ച് കളയും. ഖുർആൻ പറയാണ്, മരണവേളയിൽ മനുഷ്യർ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദൃഷ്ടിയെ പരിധികളില്ലാതെ കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു ദൃഷ്ടിക്ക് മുന്നിലെ മറ മാറ്റിക്കളയുമെന്നാണ് മരണത്തിന്റെ ഒന്നാമത്തെ ആ വേളയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. ഒരു മനുഷ്യൻ ഏത് രൂപത്തിലും അവൻ മരിക്കട്ടെ, ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ ആക്സിഡന്റ് ആയി ക്ഷണനേരം മരിച്ചു എന്നായിരിക്കും നമ്മൾ പറയുക. അല്ല, ആ മരണത്തിനു പിന്നിൽ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയ ഘട്ടങ്ങളെല്ലാം കടന്നു പോകുമെന്നത് തീർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെടുന്ന മനുഷ്യരുടെ രൂപങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. മരണം ആസ്വദിക്കുന്നതിൻ്റെ മരണത്തിന്റെ അനുഭവങ്ങൾ ആസ്വദിച്ചു തുടങ്ങുന്നതിൻ്റെ ഒന്നാമത്തെ സമയം കണ്ണിൻ്റെ ഏറ്റവും പരിധിയിൽ, കണ്ണിൻ്റെ ദൂരത്ത് കാഴ്ചയെത്തുന്ന ഏറ്റവും അവസാനത്ത് മലക്കുകളെ തനതായ രൂപത്തിൽ മനുഷ്യർ കാണുന്നതോടുകൂടെയാണ് അവൻ മരണത്തിന്റെ അനുഭവങ്ങൾ ആസ്വദിച്ചു തുടങ്ങുക എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് വളരെ സൂക്ഷ്മമായ കാര്യങ്ങളെ കാണാൻ കഴിയാത്ത വിധത്തിൽ കണ്ണിന് മുന്നിൽ ഒരു മറയെ സംവിധാനിച്ചിട്ടുണ്ട്. ആ മറ നീക്കി തുടങ്ങുന്നതോടുകൂടെ നമ്മുടെ കാഴ്ച പരിധി അവസാനിക്കുന്നിടത്ത് അള്ളാഹു സൃഷ്ടിച്ച മലക്കുകളെ തനതായ രൂപത്തിൽ നമ്മൾ കാണും. എല്ലാ മനുഷ്യരും പേടിക്കും, എല്ലാവരും പേടിക്കും. ആ മലക്കുകളുടെ രൂപം കാണുന്ന എല്ലാ മനുഷ്യരും, ഇന്നുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആകാര രൂപത്തോടുകൂടെ മലക്കുകളെ കാണുന്ന എല്ലാ മനുഷ്യരും പേടിക്കും. അതിലൊരു വിഭാഗം ആളുകളോട് പറയപ്പെടുമെന്നാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദുൻ. ഈ രൂപം കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ജീവിതത്തിൽ ഇന്നലകളിൽ മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്, സ്വർഗം ആഗ്രഹിച്ച് നിങ്ങൾ മെനക്കെട്ടിട്ടുണ്ട്, നിങ്ങൾ ശുദ്ധിയോടുകൂടെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറു ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദുൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഈ രൂപം കണ്ട് പേടിക്കേണ്ടതില്ല എന്ന് പറയുമെന്നാണ്. എന്നാൽ മറുവിഭാഗം ആളുകൾ ഇങ്ങനെ പറയാനില്ലാത്ത, നന്മകളില്ലാത്ത, സൂക്ഷ്മതകളില്ലാത്ത, തഖ്വയില്ലാത്ത മനുഷ്യരോട്
തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങുന്ന രൂപത്തെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. അവരുടെ പുറത്തും അവരുടെ നടുപ്പുറത്തും അവരുടെ മുഖത്തുമൊക്കെ അടിച്ച് ഒരിക്കലും ശരീരം വേർപെട്ടു പോകാൻ ആഗ്രഹിക്കാത്ത റൂഹിനെ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. സഹോദരങ്ങളെ, ഇന്ന് വരെയുള്ള നമ്മുടെ ഒരു പ്രവർത്തന രീതി അനുസരിച്ച്, കർമ്മങ്ങളുടെ രേഖയനുസരിച്ച് ഏത് രൂപത്തിലുള്ള മരണത്തെയായിരിക്കും നമ്മൾ നേരിടുക? കല്ല ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്, തൊണ്ടക്കുഴിയിലേക്ക് മരണം എത്തുന്ന ഘട്ടത്തിൽ, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ചുറ്റും നിൽക്കുന്നവർ പലതും പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കുന്നുണ്ടാകും. നനത്ത വെള്ളം കോട്ടണിൽ പൊതിഞ്ഞ് നമ്മുടെ നാവിന് പതുക്കെ വെച്ച് തന്ന് സമാശ്വാസിപ്പിക്കുന്നവരുണ്ടാകും. മുടികൾക്കിടയിലൂടെ കൈകൾ പായിച്ച് നമ്മളെ സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു തരുന്നവരുണ്ടാകും. കൈയും കാലുമൊക്കെ തിരുമ്മിയും ആശ്വസിപ്പിച്ചും ചുറ്റും നിൽക്കുന്ന പലരും നമ്മളോട് പലതും പറയുന്നുണ്ടാകും. മരണപ്പാസന്നമായ മനുഷ്യൻ ഇതൊന്നുമല്ല അനുഭവിക്കുന്നത്. വക്കീല മൻ റാഖ്, നമ്മുടെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് ആർക്ക് കേൾക്കാനാണ്? അവൻ അതിനേക്കാൾ വലുത് അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ കണങ്കാലുകൾ പിണർന്ന് അള്ളാഹുവിലേക്ക് യാത്ര പോകുന്ന നിമിഷത്തെ വളന്ന അന്നഹുൽ ഫിറാഖ്, ഇത്രയും ഘട്ടം അഹങ്കാരത്തിന്റെയും അതുപോലെ തന്നെ അശ്രദ്ധയുടെയും ഫലമായി നമ്മൾ അവഗണിച്ചു കളഞ്ഞ പലതും, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഉത്ബോധിപ്പിക്കപ്പെട്ട പലതും ഈ നിമിഷത്തിൽ സത്യമായി പുലരുന്നു എന്ന് അവൻ ഉൾക്കൊള്ളുന്ന ഒരു നിമിഷമാണത്. അവിടെ ഒന്നിനും ഒരു തള്ളിക്കളയുകൾക്കൊന്നൊരു യാഥാർത്ഥ്യമില്ല. വീമ്പ് പറയാൻ അവിടെ അവസരമല്ല. ഞാനാണ് വലിയവൻ എന്ന് പറയാൻ അവിടെ അവസരമില്ല, അല്ലെ? നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ആളുകളോട് ഇതൊക്കെ എത്ര പഴഞ്ചനായ കാര്യങ്ങളാണ് എന്ന് തിരിച്ചു പറയാൻ നമുക്ക് അവസരമില്ല. ചുറ്റും നിൽക്കുന്നവർ പറയുന്നതൊന്നും നമ്മൾ കേൾക്കാതെ നമ്മൾ കാണുന്ന അനുഭവത്തിന്റെ, നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചാണ് നമുക്കപ്പോൾ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ആണ് മനുഷ്യരിൽ ഏറ്റവും മൃദുവായ രൂപത്തിൽ മരണവേദന നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്നെയും ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് എന്ന് കരഞ്ഞു പറഞ്ഞാണ് അവിടുത്തെ ജീവിതം അവസാനിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു, അള്ളാഹുവേ, എൻ്റെ ഉമ്മത്തിൽപ്പെടുന്ന ആളുകൾക്ക് മരണസന്നമായ ഈ ഘട്ടത്തിലെ വേദനയെ ലഘൂകരിച്ച് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയും ഉണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പോലും പറയാവുന്ന വിധത്തിൽ വേദനയാണ് ആ മരണം സമ്മാനിക്കുക. സഹോദരങ്ങളെ, മുൻഗാമികൾപ്പെട്ട ഒരാൾ പറഞ്ഞ വാചകം നമുക്ക് ഇങ്ങനെ കാണാം, മൻ അക്സറ ദിക്റൽ മൗതി അക്റമഹുല്ലാഹു ബിസലാസ്. ആരെങ്കിലും ഒക്കെ മനസ്സിൽ ഈ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹു 3 സൽഗുണങ്ങൾ അവന്റെ ജീവിതത്തിൽ അവന് സമ്മാനിക്കും. ഒന്ന്, തഅജീലു തൗബ, തൗബ വേഗം ചെയ്യാൻ. എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രവർത്തന രേഖകളിൽ അള്ളാഹുവിന്റെ മുന്നിൽ തുറന്നു വെക്കാൻ സാധിക്കാത്തതുണ്ട്. മറ്റൊരാൾ അറിയാതെ നമുക്ക് മാത്രം അറിയുന്ന തിന്മയുടെ കറുപ്പുകൾ എല്ലാവരുടെയും പ്രവർത്തന രേഖകളിലുണ്ട്. പക്ഷെ മരണം അത് പെട്ടെന്ന് സംഭവിക്കുമെന്ന ഓർമ്മയും ചിന്തയും ഉള്ളവൻ താജീൽ നടത്തും. പെട്ടെന്ന് തന്നെ അവന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു റമദാനിന് അവൻ കാത്തു നിൽക്കില്ല. ഒരു നിസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തട്ടെ എന്ന് അവൻ വിചാരിക്കില്ല. അവന് കിട്ടുന്ന അവസരങ്ങളിൽ അവൻ ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ വർദ്ധിപ്പിക്കും. വഖനാഅത്തുൻ ഫിൽ ഖൽബ്, അള്ളാഹു നൽകിയ ഭൗതികമായ കാര്യങ്ങളിൽ അവന്റെ മനസ്സ് തൃപ്തിപ്പെടും. കൂടുതൽ നേടണമെന്നും സമ്പാദിക്കണമെന്നും ചിന്തിക്കുന്നിടത്താണ് മനുഷ്യന്റെ ജീവിതം വല്ലാത്ത അസ്വസ്ഥതയിലേക്കും അഹന്തയിലേക്കും അഹങ്കാരത്തിലേക്കും അസൂയയിലേക്കും ഒരുപാട് തിന്മയിലേക്കും അവനെ കൊണ്ടുചെന്നെത്തിക്കുക. എല്ലാ വിഭവങ്ങളിലും, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ഭൗതികമായ വിഭവങ്ങളാകട്ടെ, വീടാകട്ടെ, കുടുംബമാകട്ടെ, ഇതിനൊക്കെ ഒരു പരിമിതി ദുനിയാവിലുണ്ട്. ആ പരിമിതിയെ ഉൾക്കൊള്ളുക, എനിക്ക് ലഭിച്ചതിൽ ഉൾക്കൊള്ളുക. ഞാൻ ആഗ്രഹിച്ചത് ഇതിനേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ നല്ലത് ആസ്വദിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ അള്ളാഹു നൽകിയതിൽ മനസ്സ് തൃപ്തിപ്പെട്ടു നിൽക്കും. വനശാത്തുൻ ഫിൽ ഇബാദ, മൂന്നാമത്തെ കാര്യം, ഇബാദത്തുകൾക്ക് ഉണർവ് അവനുണ്ടാകും. രാവിലെ എഴുന്നേൽക്കും, ഫജറിന് പള്ളി പോകാൻ അവൻ തീരുമാനിക്കും, അതിനവൻ പരിശ്രമിക്കും. കഴിഞ്ഞ സഹോദരങ്ങൾ, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ നിസ്കാരങ്ങളുടെ ഗതി നമ്മൾ എടുത്തു നോക്കൂ. ഒരു ആഴ്ചയിൽ 5 വക്ത് വെച്ച് ഒരു ദിവസം നിസ്കരിച്ചാൽ 7 ദിവസത്തിൽ 35 വക്ത് നിസ്കാരമുണ്ട്. ഈ 35-ൽ 5 എണ്ണെങ്കിലും റവാത്തീബോടുകൂടെ നിസ്കരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഒരു 5 എണ്ണം. എന്ത് തിരക്കാ നമുക്ക് പറയാനുള്ളത്? ഒരു 5 വക്തിന്റെ കൂടെയെങ്കിലും റവാത്തീബ് നിസ്കരിക്കാൻ കഴിയാത്ത എന്ത് തിരക്കാ നമുക്കുള്ളത്? തിരക്കല്ല, അതിനൊന്നും നമുക്ക് ചിന്ത വന്നിട്ടില്ല. മനുഷ്യന്റെ മനസ്സിൽ മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നശാത്തും ഫിൽ ഇബാദ, അവൻ ആരാധനാകർമ്മങ്ങൾക്ക് കുറച്ചൊക്കെ ഉണർവ് കാണിക്കും. ഖുർആൻ ഓതാൻ അവന് തീരുമാനിക്കും, അതവൻ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളിൽ അവൻ കുറച്ചൊക്കെ ശ്രദ്ധ കാണിക്കും. വമൻ നസിയൽ മൗത ആഖബഹുല്ലാഹു ബിസലാസിൻ, ഇനി മരണത്തെക്കുറിച്ചുള്ള ചിന്ത അവൻ മറന്നുപോയാൽ 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കും. ബിത്തസ്വീഫിൽ തൗബ, തൗബ ഇങ്ങനെ നീട്ടിവെക്കും. അടുത്ത റമദാനാകട്ടെ, റമദാനായ പറയും ലൈലത്തുൽ ഖദർ ആകട്ടെ, ലൈലത്തുൽ ഖദറായ പറയും 30 കഴിഞ്ഞല്ലോ, ഇനി അടുത്തതാകട്ടെ, പെരുന്നാൾ കഴിയട്ടെ, നോമ്പ് കഴിയട്ടെ. ഇങ്ങനെ അവൻ അവസരങ്ങളെ നീട്ടി വെക്കും. ആ നീട്ടിവെക്കുന്ന അവസരത്തിൽ അവനും തൗബയും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് മുമ്പ്, കണ്ടുമുട്ടുന്നതിന് മുമ്പ് അള്ളാഹു അവന് വിധിച്ച അവധി അവൻ എത്തുമോ എന്നതിനെ കുറിച്ച് അവൻ ചിന്തിക്കില്ല. തൗബ ഇങ്ങനെ നീട്ടിവെക്കും.
ചിന്തിക്കണം സഹോദരങ്ങൾ. നമ്മൾ നമ്മുടെ സ്വന്തത്തോട് ആലോചിച്ച് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇതിനൊക്കെ നമ്മൾ എത്ര സമയം കണ്ടെത്തി, മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്ന്. രണ്ടാമത്തേത് ബിൽ ഖലീൽ, അള്ളാഹു നൽകിയത് കുറച്ചാണെങ്കിലും അതിനോട് തൃപ്തിപ്പെടാൻ അവന്റെ മനസ്സ് സമരസപ്പെടില്ല. കൂടുതൽ കിട്ടണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് ഹറാമുകളിലൂടെ സമ്പാദിക്കും, മനുഷ്യരെ വഞ്ചിക്കും, പറ്റിക്കും. അതുപോലെ തന്നെ അസൂയ വെച്ച് പുലർത്തി കൂടുതൽ സമ്പാദിക്കണമെന്ന ചിന്ത അവനെ അലട്ടും. മൂന്നാമത്തേത് ഇബാദ, ആരാധനാ കർമ്മങ്ങളിൽ അവന് ബമ്പേ മടിയായിരിക്കും. മറ്റെല്ലാത്തിനും ഉത്സാഹമുണ്ട്, നാലാൾ കൂടിയാൽ വർത്താനം പറയാനുള്ള ഉത്സാഹം, അള്ളാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ അവൻ ഉണ്ടാകില്ല. ഒരേ കാര്യം ചെയ്യുന്നത്, സംസാരിക്കുകയാണ്, മിണ്ടുകയാണ്, അവന്റെ നാവ് ചലിക്കുകയാണ്. ആ ചലിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾക്ക് ചലിക്കും, ദിക്ർ ദുആകൾക്ക് അവന്റെ നാവ് ചലിക്കില്ല. മൊബൈൽ ഫോൺ നോക്കിയിരിക്കാൻ അവന്റെ സമയം അവനെ അനുവദിക്കും. അതേ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു പേജ് ഖുർആൻ പാരായണം ചെയ്യുന്നിടത്തേക്ക് അവനെ മടി പിടികൂടും. സഹോദരങ്ങളെ, ഏതാ ഗണത്തിലാണ് നമ്മൾ പെടുക? അള്ളാഹു 3 സദുദ്ദേശങ്ങളെ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ? അതല്ല, നമ്മളെ മരണചിന്തയിൽ നിന്ന് അകറ്റി ശിക്ഷിക്കുകയാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഈ ജീവിതം അവസാനിക്കുന്നത് ഏത് ഘട്ടത്തിലായാലും ഏത് സാഹചര്യത്തിലായാലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുഗുണമായ വിധത്തിൽ അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നത്തി. അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക്, അവൻ തൃപ്തിയോടുകൂടെ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക്, അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ചേരാൻ മനുഷ്യരെ പോന്നോളൂ എന്ന് മലക്കുകൾ ആസ്വാദനത്തിന്റെ, സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് മരണം കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഏത് ഘട്ടത്തിലായാലും ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. റഹ്മാനെ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവം, അദ്ദേഹം ഇടയ്ക്ക് ഖബർസ്ഥാനിലേക്ക് കയറുമ്പോൾ പറയുമായിരുന്നു എന്നാണ്, അസ്സലാമു അലൈക്കും യാ അഹ്ല ഖുബൂർ. ഖബറിലെ ആളുകൾക്ക് സലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയും, അഖ്ബാറുക്കും ഇൻദനാ അന്ന അംവാലക്കും ഖദ് ഖുസിമത്. മരണപ്പെട്ടവരെ, നിങ്ങൾ ഖബറിൽ എത്തിയതിന് ശേഷം നിങ്ങളെക്കുറിച്ച് ഇവിടെ ഞങ്ങൾക്കുള്ള വിശേഷങ്ങൾ, നിങ്ങൾ ഇവിടെ ബാക്കിയായി പോയതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞങ്ങൾ പറയാം. അന്ന അംവാലക്കും ഖദ് ഖുസിമത്, നിങ്ങളുടെ സമ്പത്തൊക്കെ അനന്തരാവകാശികൾക്കിടയിൽ വീതം വെച്ചു പോയിട്ടുണ്ട്. അസ്വാജക്കും ഖദ് നുക്കിഹത്ത്, നിങ്ങളുടെ ഇണകൾ അവർ മറ്റുള്ളവരുമായി വിവാഹം ചെയ്ത് അവർ അടുത്ത കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾ, അവർ യത്തീമുകൾ എന്ന പരിഗണനയിൽ സമൂഹം അവരെ നന്നായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്, ഇനി നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ് എന്ന് ഞങ്ങളോട് പറയൂ. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുമായിരുന്നു, ലൗ തകല്ലമു, അവർ ഇത് കേൾക്കുകയും അവർ സംസാരിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പറയുന്ന വാചകം അവർ പറയുമായിരുന്നു, തസവ്വദു ഇന്ന ഖൈറസ്സാദി തഖ്വ. ദുനിയാവിൽ കിട്ടുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധ ഖുർആന്റെ ആയത്താണ്, തസവ്വദു ഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ വിഭവങ്ങൾ സമാഹരിക്കാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ തഖ്വയാകുന്ന വിഭവത്തെ നിങ്ങൾ സമാഹരിച്ചോളൂ. കാരണം ഒരു മനുഷ്യൻ ഒരു കൂട്ടി വെക്കുന്ന സമ്പത്തിൽ അവന് കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യം അത് അവൻ്റെ തഖ്വ മാത്രമായിരിക്കും. കുട്ടികളെ കുറിച്ച് നമുക്ക് ബേജാറുണ്ട്. നമ്മൾ മരിച്ചാൽ പിന്നെ നമ്മുടെ കുട്ടികൾ ആര് നോക്കും നമ്മളെ ബേജാറ്. 2026 അതിന് ഒട്ടുമേ പ്രസക്തിയില്ല. സമുദായം വളരെ നന്നായി കൃത്യമായ സംവിധാനങ്ങൾ അതിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾ യത്തീം മക്കളാണ് എന്ന പരിഗണനയിൽ കൂടുതൽ പരിപോഷിപ്പിച്ച് അവരെ നോക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആളുകൾ നമ്മുടെ സമുദായത്തിനകത്തുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ ഭാര്യനെ കുറിച്ചും നമ്മുടെ വീടിനെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ഒക്കെ വേവലാതി സഹോദരങ്ങളെ. ഖബറിലെത്തുന്നതോടുകൂടെ നമ്മൾ എന്താകുമെന്ന വേവലാതി പലർക്കും ഉണ്ടാകാറില്ല. അതുകൊണ്ട് സമ്പാദിക്കുന്നിടത്ത് നമുക്ക് വേണം, ദുനിയാവ് മറക്കണം എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. മറിച്ച് കുറച്ചൊക്കെ ഒരു വേജാറ്, എന്താണ് ഖബറിലേക്ക് ഞാൻ തഖ്വയായി സമാഹരിച്ചത് എന്നതിനെ കുറിച്ചുകൂടെ വേണം. അപ്പോൾ ഓട്ടത്തിനിടക്ക് ഇതിന് നമ്മൾ സമയം കണ്ടെത്തും. എല്ലാം സെറ്റിൽ ചെയ്തിട്ടല്ല തഖ്വക്ക് വേണ്ടി നമ്മൾ മാറിയിരിക്കേണ്ടത്. എല്ലാം കെട്ടടങ്ങിയിട്ടല്ല തൗബ ചോദിക്കേണ്ടത്. എല്ലാം അവസാനിച്ച് കിടക്കയിലായാലല്ല ദീനിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കേണ്ടത്. മറിച്ച് ഇപ്പോൾ തന്നെ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങണമെന്ന് പറയാനുള്ള കാരണം, നമുക്കൊക്കെ അള്ളാഹു നിശ്ചയിച്ച അവധി എവിടെയെന്ന് നമുക്ക് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൂടുതൽ ഗൗരവമായി ജീവിതത്തെ കാണുകയും ക്രമീകരിക്കുകയും ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് നൽകണം റഹ്മാനെ. ഈമാനോടെ സബ്റോടെ പരീക്ഷണങ്ങളെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. കുടുംബത്തോടൊപ്പം സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും
നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വലിവാലിദൈനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഅഅമാലനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്രിമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.